പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയൊടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികരണം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ, എന്നെ നീ കേൾക്കേണമേ.
നീയാണിൻ മോക്ഷവും പ്രത്യാശ്രയം. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്നപ്പോൾ സകലേശാ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ. താതനും പുത്രനും റൂഹായ്ക്കുമാതരാം കീർത്തനഗീതികൾ എന്നേരവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുറിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയവാനുടെ ആത്മാവിൻ ഉത്തമരക്ഷകനേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഗുരുവായൂർ മിശിഹായെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് നമ്മളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുമെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല, ഞാനും എന്നെ വിധിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. അതിനാൽ മുൻകൂട്ടി വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുകയും അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. നമ്മുടെ കർത്താവായ
സഹായിക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമെന്നതാരിൽ വന്നു നിറഞ്ഞതൊഴുകിയിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുകിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനാം കവിതൻ തൂലിക പോലെന്നാവിപ്പോ താരനമതുപോൽ സുരനും പരിശുദ്ധാത്മാവിനും സ്തുതിയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. 6-ാം അധ്യായം 47 മുതൽ 53 വരെ തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. സഹോദരി സഹോദരന്മാരെ, ഈ കൊറോണ കാലത്ത് വീണ്ടും ഈ വചനങ്ങളെ പുതിയ വെളിച്ചത്തിൽ കാണാനായിട്ട് ഇടയാവുകയാണ്. അച്ഛൻ കുർബാനയ്ക്ക് മുമ്പ് സങ്കീർത്തിൽ വെച്ച് കൈവഴിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു പ്രത്യേക ഉൾക്കാഴ്ച കിട്ടിയത്. ആ ഉൾക്കാഴ്ച ഏതാണ്ട് ഇങ്ങനെയാണ്: കൊറോണ വൈറസ് കഴുകിക്കളയപ്പെട്ടാൽ അല്പം സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ പോകും. അപ്പോഴാണ് താപത്തിൻ്റെ വൈറസ് കഴുകിക്കളയാൻ ഇതിലും എളുപ്പത്തിലുള്ള ഒരു ഉപാധി ഓർമ്മിപ്പിച്ചത്. ആ ഉപാധി ഓർമ്മിപ്പിച്ചത് 2018 മഹാപ്രളയകാലത്ത് ഒരു 7 വീടുകൾ അച്ഛൻ പോയി കഴുകിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതമായപ്പോഴേക്കും അച്ഛൻ്റെ കണ്ണ് കാണാൻ പറ്റാതെ വന്ന അവസ്ഥകളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് LF ആശുപത്രിയിൽ പോയി MRI സ്കാൻ ഉൾപ്പെടെ ചെയ്ത ആ സാഹചര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ട് അന്ന് ഡോക്ടർ തന്ന ഒരു കുറിപ്പ്, ഒരു മരുന്ന്, തുള്ളി മരുന്ന് കണ്ണിലൊഴിക്കാനായിട്ട്, അതിൻ്റെ കുപ്പി ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ഉപയോഗിക്കാനിടയായതാണ് ഓർമ്മിപ്പിച്ചത്. അതിൻ്റെ ആ മരുന്ന് കളഞ്ഞിട്ട് അതിൻ്റെ കുപ്പിയിലാണ് സാനിറ്റൈസർ കൊണ്ടു നടക്കുക. കൊറോണ തുടങ്ങിയ കാലം മുതൽ അച്ഛൻ്റെ പോക്കറ്റിൽ എപ്പോഴും സാനിറ്റൈസർ ഉണ്ടാകും. കുർബാനയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പും അച്ഛൻ അതിങ്ങനെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് മറന്നുപോയാൽ ഇവിടെ എടുത്ത് ഇങ്ങനെ സാനിറ്റൈസർ എടുത്തു. ഈ കാര്യം ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയാണ്: മകനെ, നീ ആളുകളോട് പറയുക, പാപത്തിൻ്റെ കൊറോണ വൈറസ് കളയാൻ അല്പം കണ്ണീര് മതി. ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. ഈ ഒരു അനുതാപത്തിൻ്റെ പാട്ടിലെ താപത്തിൽ കണ്ണീരാരുതരും, കണ്ണീരാരുതരും
പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരുതരും. എന്തുകൊണ്ടാണ് കണ്ണീരില്ലാത്തത്? നമ്മുടെ നോട്ടത്തിൽ തെറ്റുകാരൊക്കെ മറ്റുള്ളവരാണ്. തെറ്റില്ലാത്തത് നാം മാത്രമാണ്. കുടുംബത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പൻ തെറ്റ് ചെയ്യുന്നത്, അമ്മ തെറ്റ് ചെയ്യുന്നു, ഭാര്യ തെറ്റ് ചെയ്യുന്നത്, ഭർത്താവ് തെറ്റ് ചെയ്യുന്നു, മക്കൾ തെറ്റ് ചെയ്യുന്നു. നാം എല്ലാവരും ഇങ്ങനെ തെറ്റ് മറ്റുള്ളവർ അനുഭവിക്കാൻ നമുക്കൊന്നുമില്ല. എന്നാൽ നാം അനുഭവിച്ച നമ്മുടെ കണ്ണുനീര് കൊണ്ട് പാപത്തിൻ്റെ എല്ലാ കൊറോണ വൈറസിനും കഴുകിക്കളയാൻ പറ്റും. ഈ നവംബർ മാസത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കന്മാരിൽ ഉൾപ്പെടെ പാപത്തിൻ്റെ കര കഴുകിക്കളയാൻ അവർക്ക് കഴിയില്ല, നമുക്ക് കഴിയും. പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊരു ദിവസം അച്ഛൻ യേശുവിനെ ഓർമ്മിപ്പിച്ചു, മകനെ നീ ഓർക്കുക, ഈ സെമിത്തേരിയിൽ കഴിയുന്ന ആത്മാക്കളുടെ പാപാവസ്ഥകൾ, അവരുടെ ദീന രോഗം, ലൂക്ക 16:19-31 ധനവാന്റെ ലാസറിന്റെയും കഥയിലെ ധനവാന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി നാവ് തണുപ്പിക്കാനായിട്ട് ലാസർ അയക്കപ്പെടുന്നില്ല. എന്നാൽ അവിടെ മോശയും പ്രവാചകന്മാരുണ്ട് എന്ന് പറയുന്നില്ലേ? നീ മോശയുടെയും പ്രവാചകന്മാരുടെയും സ്ഥാനത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. അവർക്ക് മോചനം കൊടുക്കാനാണ്. ആരേലുമില്ലാത്ത ആത്മാക്കളുടെ മോചനത്തോടൊപ്പം ബന്ധപ്പെട്ട രഹസ്യങ്ങളെ മനസ്സിലാക്കിയാലാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പാപത്തിൻ്റെ കൊറോണ വൈറസിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് കഴുകിക്കളയാൻ നാം വഴി ആർക്കും പാപത്തിൻ്റെ പ്രേരണയോ സാധ്യതയോ ലഭിക്കാതിരിക്കാൻ മറ്റുള്ളവരുടെ പാപക്കറകൾ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കാൻ ഇതിനൊക്കെ മനസ്സ് വയ്ക്കുമ്പോഴാണ് നമ്മൾ വിളിയുടെ തന്നെ മഹത്വം മനസ്സിലാക്കുന്നത്. ഈ പദ്ധതിയിൽ നാം കാണുന്ന കേൾക്കുന്ന സകല മനുഷ്യരെ വ്യക്തികളെല്ലാം പ്രസക്തമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അച്ഛൻ ഇന്നലെ ഒരു കുഞ്ഞ് കാര്യം പറഞ്ഞു. ഒരു മകള് തൻ്റെ അമ്മയ്ക്ക് കുർബാനയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ആ വാക്ക് കേട്ട അച്ഛന് ആ അമ്മാമ്മയെ പോയി കുമ്പസാരിപ്പിച്ച് കുർബാനയ്ക്ക് കൊടുക്കണമെന്ന് അവരാരും, ആ കുടുംബത്തിലുള്ള ആരും അച്ഛനോട് പറഞ്ഞാലുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് വിചാരിക്കുന്നില്ല. അതിലെ ദൈവിക പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ആ കാര്യം പറഞ്ഞ അച്ഛന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, മകനെ നീ 25 കിലോമീറ്റർ അകലെയുള്ള 85 വയസ്സുള്ള ആ വെല്ലുവിളിക്ക് നീ കുർബാനയ്ക്ക് കൊടുത്തു. നിന്റെ ഇടവകയിൽ അതുപോലെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാകും? അവരാരും അവരുടെ മക്കളോടുപോലും നിന്നോട് പറയുന്നില്ല. അപ്പോൾ നീ നിന്റെ കടമയോർത്തെ. എന്നിട്ടാണ് അച്ഛൻ ഒരു കുർബാന കഴിഞ്ഞ് ഞങ്ങളൊരു മെസ്സേജ് എഴുതിയിട്ടു. മലയാളത്തിൽ തന്നെ എഴുതി. അച്ഛൻ മൊബൈലിൽ മലയാളത്തിൽ എഴുതി ശീലമൊന്നുമില്ല, കമ്പ്യൂട്ടറിൽ എഴുതി അച്ഛൻ. അപ്പോൾ എഴുതിയിട്ടു, വിശുദ്ധ കുർബാന ഈ കൊറോണ കാലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അച്ഛൻ വിശുദ്ധ കുർബാന കൊണ്ട് നൽകുന്നതാണ്. അച്ഛനെ ഒന്ന് ഫോണിൽ വിളിച്ചാൽ മതി. എന്നിട്ട് ആ സന്ദേശത്തിൻ്റെ കൂടെ അച്ഛൻ്റെ ഫോൺ നമ്പറും കൂടി അതിലെഴുതിയിട്ടു. അങ്ങനെ ചെയ്യാൻ അച്ഛനെ തോന്നിപ്പിച്ചത് ഈ പറഞ്ഞ ഒരു വാചകമാണ്. അച്ഛൻ അതേക്കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ 365 വീടുകളിലേക്ക് സന്ദേശം ചെന്നിട്ട് ആകെക്കൂടെ ഇന്നലത്തെ ദിവസം ഒരാൾ മാത്രമാണ് അച്ഛാ ഇങ്ങനെ എൻ്റെ അപ്പനെ കുർബാനയ്ക്ക് കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. അച്ഛൻ ഇന്നലെ തന്നെ പോയി വിശുദ്ധ കുർബാനയ്ക്ക് കൊടുത്തുകൊണ്ട് സാധിപ്പിച്ച് പാപമോചനം കൊടുത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പ്രധാനമാണ്. ദൈവിക വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്ന് കണ്ടാൽ നാം കേൾക്കുന്നത് കാണുന്നതൊക്കെ അവയൊന്നും നമ്മെ പാപത്തിൻ്റെ കൊറോണ ബാധിച്ചവരാക്കാൻ ഇടയാക്കാതെ അവർക്ക് മോചനം കിട്ടാൻ, നമുക്ക് മോചനം കിട്ടാൻ, നമ്മുടെ നിത്യരക്ഷയ്ക്ക് പോലും അത് കാരണമാണ്. യാക്കോബ് 5:19-20 അച്ഛൻ ഓർക്കുക. ഒരുവൻ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും വേറൊരുവനെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുമെങ്കിൽ ഭാവിയെ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. എസെക്കിയേൽ 3-ാം അധ്യായം വരെ അവരോട് കൂട്ടിച്ചേർത്ത് ഓർമ്മ വരുന്നു. അവിടെ പറയുന്നുണ്ട്, ഒരുവൻ തെറ്റിലകപ്പെട്ടിരിക്കുന്ന അവസ്ഥ നീ കണ്ടാൽ നീ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ പാപത്തിന് നിന്നെ ഞാൻ ഉത്തരവാദിയാക്കും. നീ
നീ പറഞ്ഞിട്ട് അവൻ തിരുത്തിയില്ലെങ്കിൽ അവൻ്റെ പാപം, പക്ഷേ പറയാതിരുന്നാൽ അവൻ്റെ പാപത്തിന് നീ ഉത്തരവാദിയാകും. ഒരു നിമിഷം നമ്മുടെ മുമ്പിൽ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകളും പരായങ്ങളും ഓർത്ത് കരയാണ്. ഞങ്ങൾ മറ്റുള്ളവരെ ഓരോ ശ്രീകരണത്തിൽ ലേഖനത്തിൽ പറയുന്നത് പോലെ, അതെ, ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ ദൈവം എങ്ങനെ കാണുന്നു എന്ന രീതിയിൽ സ്വയം കാണാൻ അങ്ങേക്ക് മാത്രം അറിയാവുന്ന ഞങ്ങളുടെ തെറ്റുകൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ മനസ്സിലാക്കി അനുവദിക്കുക. ഞങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകിക്കളയാം. ഞങ്ങളുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെ ജീവിതത്തിൽ എന്ത് പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും പരിഹാരം കൊണ്ടും ഞങ്ങളുടെ ഉപദേശം കൊണ്ടും ഞങ്ങളുടെ വിധിക്കൽ കൊണ്ടല്ല, അങ്ങനെ അവരെയും രക്ഷിക്കാൻ, അങ്ങനെ ഞങ്ങളെ യഥാർത്ഥ പ്രേക്ഷിതരാക്കാൻ, ഞങ്ങളുടെ മരിച്ചുപോയവരുൾപ്പെടെ നിത്യജീവിതത്തിന് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ പരിഹാരത്തിലൂടെ അർഹരാക്കാൻ എല്ലാം ഞങ്ങളെ ഉപകരണങ്ങളാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വഴി തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗമാകത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ മഹത്വത്തിൽ ഞങ്ങളെ പങ്കാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗ്യത്തിലേക്ക് അനയിക്കുന്ന കർത്താവേ, സ്നേഹിതന്മാരും അവൾ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ദർശനത്തേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മലോധമായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മൊത്തത്തിൽ ഞങ്ങളുടെ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുറിച്ചുകൊടുത്ത് തന്നെ അനുഭവിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, അങ്ങേ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ അങ്ങ് പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ അങ്ങ് പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളെ ഏവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ.
അങ്ങേ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത വിശുദ്ധ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്കർപ്പിക്കുക ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഭാവിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികരണത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരന്റെ വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനോട് പറയുകയും അവിടുത്തോട് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപൂർവ്വം നിന്ന് എവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വെച്ചുകയും ഭയഭക്തിജനകമായ നിമിഷങ്ങൾ കൂടാൻ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ്വപിതാവാം അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്
ദൈവത്തിനു ബലി അർപ്പിക്കൂ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ ധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മഞ്ഞവനവരുടെ മഹിമകളാൽ ഉന്നതവേദിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവാം വീണ്ടും വരുവോരും ധന്യൻ ഉന്നതവേദിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതൻ അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. വളരെ വേദനയോടെ ഓർക്കാനിടയായ ഒരു നിമിഷം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. മഹാപ്രളയകാലത്ത് പള്ളിയിലൊരു കിറ്റ് കൊടുക്കുന്നുണ്ട് എന്ന അറിയിപ്പ് ലഭിച്ച അരമണിക്കൂറിനുള്ളിൽ ഗേറ്റിങ്കൽ വരെ വളരെ വലിയ ക്യൂ ആയിരുന്നു. അതിപ്പോഴും മനുഷ്യൻ ഓർമ്മിക്കുന്നു. കൃത്യം അരമണിക്കൂർ കൊണ്ട് ഗേറ്റിങ്കൽ വരെ ക്യൂ ആയിരുന്നു ഒരു കിറ്റ് വാങ്ങാൻ. എന്നാൽ ജീവന്റെ അർത്ഥമായ വിശുദ്ധ കുർബാന വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഒരു വികാരിയച്ഛൻ മലയാളത്തിൽ എഴുതി അറിയിച്ചിട്ട് 365 പേരിൽ 8 മാസമായിട്ട് ഈ നിത്യജീവന്റെ രഹസ്യമായ അർത്ഥമായ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആഗ്രഹിച്ചത് ആകെക്കൂടെ ഈ ഇടവയിൽ ഒരു കുടുംബം, ഒരു വ്യക്തി മാത്രമാണ്. ജീവിക്കുന്നവരാണോ മരിച്ചവരാണോ എന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. മരിച്ചു കഴിഞ്ഞ് ആത്മാവിന് വേണ്ടി 7-41 ആണ്ടും ആചരിക്കുന്നതിനേക്കാൾ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ
ജീവിച്ചിരിക്കുന്നവനെന്നാണ് നിന്നെക്കുറിച്ച് പറയപ്പെടുന്നത്, പക്ഷെ നീ മൃതനാണ്. ആത്മാവ് മരിച്ച അവസ്ഥയിലുള്ള എന്തുമാത്രം പേര് നമ്മുടെ ഇടവഴിയിലുണ്ട്. പാപത്തിൽ മരിച്ചിരിക്കുന്ന അവസ്ഥ, ജീവിതം അവസാനിപ്പിക്കണം സ്വയം ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ പാപമാണ്. ആ പാപത്തിൻ്റെ ഗന്ധം നിറഞ്ഞു കിടക്കുന്ന എത്രയേറെ കുടുംബങ്ങൾ. ഇവയെല്ലാം അച്ഛനും നിമിഷം ഓർക്കുകയാണ്. ഉദാസാവനങ്ങളുടെ മണിക്കൂറിൽ കർത്താവ് തന്നെ നമ്മുടെ ഇടവഴിയിലെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ സ്പർശിക്കാനിടയാക്കണേ, ജീവന്റെ തീരത്തേക്ക് എത്തിക്കാനിടയാക്കണേ. കൊറോണ ബാധിച്ച് മരിച്ചാലും ഒരിക്കലും ആത്മാവിനൊന്നും സംഭവിക്കില്ല. എന്നാൽ വൈരാഗ്യത്തിലും പ്രതികാരത്തിലും നിരാശയിലും വെറുപ്പിലും ആസക്തികളിൽ മുഴുകിയും മദ്യത്തിൽ മുഴുകിയുമൊക്കെ വ്യക്തികൾ ജീവിക്കുമ്പോൾ അവർക്ക് ഒരു കാലത്തും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയില്ല എന്നുള്ള അടിസ്ഥാനപരമായ സത്യമെങ്കിലും ഓർക്കാനുള്ള കൃപ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദാസാവനങ്ങളിലേക്ക് കിടക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ വലിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംസ്കരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്നകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി
ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിനും ഈ ഇടവക മുഴുവനും വേണ്ടിയും ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണീയവും സമർത്ഥവുമായ കൃപയാൽ സംസാരമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്നവന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നൽകുന്നു. ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോട് ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാർഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥാവട്ടാനഘടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ ദിവ്യപരിമളത്താൽ സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലനായ കർത്താവെ, അറിഞ്ഞും അറിയാതെ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ
അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോട് സമീപിക്കാം. അതിനകത്തിൽ നിന്നാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരനെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സഹോദരനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രയിൽപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, നമ്മുടെ ശരീരങ്ങളെ ഉയർത്തും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവചനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം വീക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാൻ നീതിമാനുമായ കർത്താവേ, ഞങ്ങളുടെ മനസ്സുകളെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ,
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ പ്രസാദവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സഭാമാതാവിന്റെ നവീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. നവജീവനിലേക്ക് നയിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യാശകൾ നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം. ദിവ്യസ്നേഹമേ തിരുഭോജ്യമാ നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനാ പടരണമേ നീ വരുമ്പോൾ എൻ മാനസത്തിൽ സ്നേഹപൂർവം ഞാനും ഹൃദയം നിറയെ പൂമണ്ഡപം തിളിയും പ്രഭവൻ പൊന്തേവം ദിവ്യസ്നേഹമേ തിരുഭോജ്യമാ നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനാ പടരണമേ സ്നേഹമേ ദിവ്യസ്നേഹമേ നിത്യജീവനാ എന്നിൽ വാഴണേ ദീപമേ സത്യദീപമേ ദിവ്യശോഭയാൽ എന്നിൽ നിറയണേ നാദാ യേശുനാദാ ഈടയാം ഞാൻ കാത്തുനിൽപ്പൂ നീറും എൻ്റെ ദുഃഖം നിന്റെ മുമ്പിൽ കാഴ്ചയായിക ഇതുവരെ ഞാൻ നീങ്ങി പാപവഴി തിരുവചനമതറിയാതേറിദൂരെ തേടി വന്നു ഇന്നേ നീ. പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്താൽ സ്തുത്യർമ്മ പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യത്തെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെ കുറിച്ച് കർത്താവിനെ സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവനം ചൊരിയട്ടെ. തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ
അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഈ പൗരോഹിത്യത്തിന്റെ മകനെ മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ കൈകളിൽ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ,